ഇന്നത്തെ ടോപ്പിക് ടൂ വീലർ യാത്രയും ബാക്ക് പെയിൻ തമ്മിൽ കണക്ഷനെ പറ്റി സംസാരിക്കാനാണ്. ടൂ വീലർ യാത്ര ഒരു കോമൺ കോസ് ഓഫ് ബാക്ക് പെയിനാണ്. അപ്പോൾ എൻ്റെ ഒ പിയിൽ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണിത്. സോ നമുക്ക് രണ്ട് ഹെഡിങ്സ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, കാരണം ഇത് ബാക്ക് പെയിൻ വരാൻ കാരണം. സെക്കൻഡ്, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം. നമ്മളുടെ സ്പൈൻ 33 എല്ലുകളുണ്ട്. ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ നിൽക്കാനും നടക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അത് മുമ്പിലേക്ക് പോവാം, ബാക്കിലേക്ക് പോവാം. പക്ഷെ നമുക്കൊരു അപ്പ് ഡൗൺ ആക്ഷൻ ഇല്ല. സോ ഈ ബൈക്കിൽ പോകുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ടയർ പ്രഷർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇങ്ങനൊരു ഭയങ്കരമായിട്ട് ജർക്കിങ് ആക്ഷൻ വരും. സോ നമുക്കിതിൻ്റെ കോസസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ഈ ജർക്കിങ് ആക്ഷനാണ് ഫസ്റ്റ് മെയിൻ കോസ്. ചെറിയ ടയേഴ്സിന് മുകളിൽ നമ്മൾ ബാഡ് റോഡ്സ് അല്ലെങ്കിൽ കുഴിയുള്ള റോഡിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ചാട്ടം വരും. നമ്മുടെ സ്പൈൻ ഇങ്ങനെ ഒരു അപ്പ് ഡൗൺ ആക്ഷൻ ഇല്ല. സെക്കൻഡ്, നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന രീതി. നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ മുമ്പിലേക്ക് പോകാൻ പാടില്ല. രണ്ട് ഷോൾഡർ മുമ്പിലേക്ക് പോയാൽ നമ്മുടെ നട്ടലിങ്ങനെ വളയാൻ തുടങ്ങും. ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ എൻ്റെ ഷോൾഡറും ബോഡിയും ഒരു ലൈനിലാണ്. സോ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. തേർഡ് പോയിൻറ്റ്, നമ്മളുടെ ഹിപ്പ് നീയും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നീ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും ഒരു സെയിം ലെവലിലാവണം. സീറ്റ് അധികം ഹൈറ്റ് ആയാൽ നമ്മുടെ നീ ജോയിൻറ്റ് താഴേക്ക് പോകും. സോ ആ അലൈൻമെൻറ്റ് പോയാൽ നമ്മുടെ ബാക്ക് ഭയങ്കരമായിട്ട് ലോഡിങ് വരും. പിന്നെ ഫോർത്ത് പോയിൻറ്റ്, നമ്മൾ കുറേ നേരം ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ടൈറ്റ് ആവാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സ്പൈൻ്റെ ബേസിക് ഫങ്ഷൻ നിൽക്കാനും നടക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും ടൈറ്റ് ആവാൻ തുടങ്ങും. മസിൽസ് ഇങ്ങനെ ടൈറ്റ് ആവും. നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹിപ്പും നീയും സ്ട്രെയിറ്റ് ആയിട്ടേ വരാം. ബട്ട് നമ്മൾ ബൈക്കിലിരിക്കുമ്പോൾ അത് മടങ്ങിപ്പോവും. ഇങ്ങനെ മടങ്ങാൻ പാടില്ല. സോ പ്രൊലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ കുറേ നേരം ബൈക്ക് ഓടിക്കുമ്പോൾ ഈ ഹിപ്പിൻ്റെ മസിൽസും നീൻ്റെ മസിൽസ് ടൈറ്റ് ആയാൽ നമുക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ലോഡിങ് കൂടി വന്നാൽ പെയിൻ വരും. സോ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഈ 4 പോയിൻറ്റ്സ് റിവേഴ്സ് ചെയ്താൽ മതി. ഫസ്റ്റ് പോയിൻറ്റ്, നമ്മൾ ഇരിക്കുന്ന രീതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറും എൽബോവും ഒരു ലൈനിലാവണം. നമ്മൾ ബോഡിയുടെ സെയിം ലെവലിലാവണം. ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ ഹൺ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് പോയിൻറ്റ്, നമ്മുടെ സീറ്റ് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇൻ എ വേ ദാറ്റ് നമ്മളുടെ നീയും ഹിപ്പും സെയിം പ്ലെയിനിലാവാൻ. പിന്നെ നമ്മുടെ സീറ്റ് അധികം ഹാർഡ് ആവാനും പാടില്ല, അധികം സോഫ്റ്റ് ആവാനും പാടില്ല. അധികം സോഫ്റ്റ് ആയാൽ നമ്മളിങ്ങനെ താഴ്ന്നു പോകും. തേർഡ് പോയിൻറ്റ്, നമ്മളുടെ ടയർ പ്രഷർ സസ്പെൻഷൻ നമ്മൾ നോക്കണം. ഓവറായിട്ട് അല്ലെങ്കിൽ അണ്ടറായിട്ട് നമ്മളുടെ ടയർ പ്രഷർ കറക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചാട്ടം വരും സ്പൈനിൽ, പെയിൻ കൂടും. പിന്നെ നമ്മൾ ഇരിക്കുന്ന രീതി അധികം മുമ്പിലേക്ക് ഇങ്ങനെ ചാരാൻ പാടില്ല. നമ്മുടെ നട്ടിലിങ്ങനെ മുമ്പിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ തലയും സ്പൈനും ഒരു ലെവലിലാവണം. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജി നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസാണ്. നമ്മുടെ ഹിപ്പും നീയും സ്ട്രെച്ച് ചെയ്താൽ, നമ്മുടെ ബാക്ക് മസിൽ സ്ട്രെച്ച് ചെയ്താൽ നമുക്ക് പിന്നെ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. താങ്ക് യു.